ഇപ്പോൾ ഏകദേശം ഉണങ്ങി കിലുകിലെന്ന് കേട്ടോ, കിലുകിലെന്നായി. അപ്പോൾ ഇനി നിർത്താറായി. ഇതിനകത്തേക്ക് കുരുമുളകും മുളകിൻ്റെ അരി ഉണ്ടായിരുന്നു, നമ്മുടെ വേണമെങ്കിൽ എന്നിട്ടൊന്നുകൂടെ എടുക്കാം. ഇത് കിലുകിലെന്നായാൽ പിന്നെ തീ വെക്കും പോകും, അപ്പോൾ കരിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് നമ്മൾ ഈ പുളി ഇങ്ങനെ കുറച്ച് പുളി മതി കേട്ടോ. ഞാൻ കുറച്ച് തേങ്ങയല്ലേ എടുത്തിട്ടുള്ളൂ, അപ്പോൾ കുറച്ച് പുളി ഇങ്ങനെ കണ്ടിച്ചിടുക. വാളംപുളിയാണ്. ഇത് വീണ്ടും ഒന്നുകൂടെ ഇളക്കി കൊടുക്കുക. തീയൊക്കെ നിർത്തിയിട്ടെങ്കിൽ കരിഞ്ഞു പോകും. അപ്പോൾ ശരിക്കും ആ പരുവത്തിലായി. ഇത് ലേശം ചൂടാകാൻ വെച്ചിട്ട് നമുക്ക് മിക്സിയിൽ അരച്ചെടുത്താൽ മതി. പിന്നെ ചേർക്കാനുള്ള എല്ലാ സാധനവും ചേർത്ത് കഴിഞ്ഞു. അതുണ്ടോ കിലകിലൊന്നായത് കിലാന്നായതുകൊണ്ട് ഒച്ച കേട്ടാൽ. അപ്പം മുളകും കറുവപ്പിലും എല്ലാം മൂട്ടുന്നുള്ളതാണ്. ഇത് അരച്ച് കഴിയുമ്പോൾ ആവശ്യത്തിന് ഉപ്പുണ്ടോയെന്ന് നോക്കിയിട്ട്, അല്ലെങ്കിൽ വേണമെങ്കിൽ ശകലം ഉപ്പ് കൂട്ടിയിട്ട് അടിച്ചാൽ മതി. അടിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. എന്നുവെച്ചാൽ ഒത്തിരി പൊടിഞ്ഞു പോയാൽ കുഴഞ്ഞു പോകും, എണ്ണമയ ഒത്തിരി ആവും. ഇച്ചിരി ആറാനായിട്ട് വെക്കുക. ഇത് കുറച്ച് നമ്മൾ ഇതിനകത്തോട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇടുകയാണ്. രണ്ട് ട്രിപ്പായിട്ട് ഇടാം, ഇച്ചിരി ഉള്ളു എന്നാലും. ഇതിപ്പം അടിച്ചപ്പോൾ ഇങ്ങനെയായി. അതായത് കണ്ടോ, ഇങ്ങനെ ഇളക്കിയിടണം. പൊടി പോലെ ആയിട്ടുണ്ട്. ഈ പൊടി ഇച്ചിരൂടെ വേണമെങ്കിൽ ഒത്തിരി പൊടിഞ്ഞ് പോയാൽ പിന്നെ എണ്ണ ഇങ്ങനെ തടഞ്ഞു വരും. ഇതിങ്ങനെ പൊടി പോലെ ആയി. ഇനി ഒന്നുകൂടെ അടിക്കാം. നമ്മൾ ഈ വീട്ടിലേക്ക് ഇടുക അടിച്ചെടുത്തോളം സാധനങ്ങൾ. നല്ല പൊടി പോലെ ഇനി ചൂട് അടിച്ച് കഴിഞ്ഞാൽ എണ്ണയിട്ട് കുഴമ്പ് പോലെ ആയിപ്പോകും. അതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ നമ്മൾ ബാക്കിയും കൂടെ ഇതുപോലെ ഇടുക. ബാക്കിയും കൂടെ ഇട്ടിട്ട് ഒന്നുകൂടെ അടിക്കാം.
ഇപ്പം ഇത് ഇത്തിരി അടിച്ച് ഒന്ന് കറക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത്രയായി. ഞാൻ നോക്കണം, ശ്രദ്ധിച്ചേ അടിക്കാനുള്ളൂ. വേണമെങ്കിൽ മറ്റേതിൻ്റെ ഒപ്പം ആകാൻ ഒരു ശകലം കൂടെ ഒന്നുകൂടെ അടിക്കാം. ഇവിടെ അടിക്കുമ്പോഴത്തേക്കും അടിക്കേൻ്റെ ഒപ്പം ആവുന്നു. ഒരു ഒറ്റ കൂടെ അടിക്കും. ഇപ്പോൾ ആ എരിവും എല്ലാം കൂടെ വന്നൊരു നല്ല സ്മെല്ല് വരുന്നത് ഉണ്ടാക്കുന്ന കറിവേപ്പിലയുടെ എല്ലാം കൂടെ വേണം. ഇനി ഇതിനകത്തേക്ക് ഇടുക. മിക്സ് ചെയ്തു. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുക. നല്ല ചമ്മന്തിപ്പൊടിയാണ്. കാണുമ്പോൾ അയച്ചപ്പൊടി പോലെയായി. മറ്റേ ഒന്നുകൂടെ അടിച്ച് കഴിയുമ്പോൾ ഒരു എണ്ണമയം വന്നിട്ട് കുഴഞ്ഞ പോലെയായിരിക്കും. അതിനൊക്കെ നല്ലത് ഇങ്ങനെ ഇരിക്കുന്നതാണ്. നമ്മളിതിൻ്റെ ടേസ്റ്റ് നോക്കുക. ഉപ്പും ഇതൊക്കെ പാകത്തിനായിട്ടുണ്ട്. നല്ല ടേസ്റ്റുണ്ട്. ഇതിങ്ങനെ ഉണ്ടാക്കിയെടുക്കാനുള്ള ബുദ്ധിമുട്ടാണ് ഭയങ്കരമല്ല. എന്നാലും നമ്മൾ ക്ഷമയോടുകൂടി ഇത് ഓരോന്നും തേങ്ങയും കറിവേപ്പിലയും മുളകും കൂടെ വറുത്ത് വരുന്നവരെ ഒട്ടും ഇളക്കാതിരിക്കരുത്. ഇളക്കി അടുക്കി പിടിക്കാതെ നല്ല ഇതായിട്ടുണ്ടാക്കിയാൽ മാത്രമേ ഇത്തിരി സോഫ്റ്റായിട്ട് ഇത്രയും നല്ല ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. വളരെ ടേസ്റ്റി. അതായത് ഒന്നും വിഷാംശമൊന്നും ചേർക്കാത്ത നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന നല്ല സാധനമാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും ചെയ്യുക.